വുമൻസ് വിങ്ങിന്റെ കൺവീനർ ജാസ്മി മാമിനെ ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Tulsi ma'am. And hello and good evening to all. Today I am happy and honored to introduce our resource person, Mr. Ibrahim Subhan. He is a financial analyst at International Energy Forum, motivational speaker, transformational coach, and representative Lokha Kerala Sabha, social and educational activist. സർ പെരിന്തൽമണ്ണ സ്വദേശിയാണ്. ഇപ്പോൾ റിയാദിലാണുള്ളത്. ഭാര്യ സജ്ന, മെഡിക്കൽ സെക്രട്ടറി റിയാദ് ദല്ല ഹോസ്പിറ്റൽ. മകൻ അവൈസ് BBA മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നു. മകൾ അമൽ ഇബ്രാഹിം 11th സ്റ്റാൻഡേർഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നു. So let's welcome, and I give the platform to sir. I'm handing over it to sir. And thank you, sir, and the platform is yours. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സഹയാത്രികയുടെ ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. ഇതിനെ ക്ഷണിച്ച ഇതിൻ്റെ ഭാരവാഹികൾ, എൻ്റെ സുഹൃത്തു കൂടിയായ ജാസ്മിൻ മാം എന്നെ വിളിച്ചറിയിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ഞാനിത് സ്വീകരിച്ചത്. കാരണം ഒരു നല്ല പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഏറ്റവും ആവശ്യകരമായ അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ സ്ത്രീത്വത്തെ, അല്ലെങ്കിൽ ഇപ്പൊ കുറച്ചു മുമ്പ് മാം സംസാരിച്ച പോലെ നിങ്ങൾ ആ കാർമേഘത്തിന്റെ മുകളിൽ പറക്കേണ്ടവർ ആണ്. അവർ ഒന്നിച്ച് നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ മുന്നോട്ട് വന്ന് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ പോകുന്നു. അപ്പൊ ആ ഒരു ഓർഗനൈസേഷനിൽ വന്ന് സംസാരിക്കാൻ അവസരം നൽകിയതിലും എന്നെ ക്ഷണിച്ചതിലും ഒരിക്കൽ കൂടി ഹൃദയം തൊട്ട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ സംസാരിച്ച നസീറ മാം, അതേപോലെ തന്നെ ബേബി മാം, അതേപോലെ തന്നെ ഇതിൻ്റെ കോർഡിനേറ്റർമാരായ മിസ്സിസ് തുളസി മാം, അതേപോലെ തന്നെ ജാസ്മി മാം, പ്രിയപ്പെട്ട ഇതിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും, ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്നത്തെ ഈ സെഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഒരാൾ മാത്രം സംസാരിക്കലല്ല, നിങ്ങളും കൂടി കൂടെ സംസാരിക്കണം, നിങ്ങളും കൂടി ഇൻവോൾവ് ചെയ്യണം. അതാണ് ഒന്നാമത് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്, ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ഒരു കാര്യം പറയാറുണ്ട്, അത് ഇവിടെയും ആവർത്തിക്കുന്നു. എൻ്റെ ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ സെഷനകത്ത് നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ അതിലെന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്, നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും, നമ്മുടെ എല്ലാ അറിവുകളും, എല്ലാ കാര്യങ്ങളും നമുക്ക് പരസ്പരം കൈമാറുകയും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും, അതല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ ഒരു വാക്കുകൊണ്ട്, ഒരു പ്രവൃത്തി കൊണ്ട്, ഒരു നന്മ കൊണ്ട് ഒരു മാറ്റം സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും അതൊരു ഭാഗ്യമായിരിക്കും, അതൊരു അവസരമായിരിക്കും, അതൊരു അനുഗ്രഹമായിരിക്കും പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പ്രിയപ്പെട്ട, ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ ആദ്യം എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രീ ആയിട്ട് എല്ലാവരും ഒന്ന് മറ്റെല്ലാ കാര്യങ്ങളൊന്നും മാറ്റി വെച്ച്, ഇനി ഇത് കഴിയുന്നതും ഇത് ക്യാമറയിൽ വരാൻ പറ്റുന്നവർ വരിക. പക്ഷെ ഒരു കാര്യങ്ങൾ എനിക്ക് ഉറപ്പ് തരണം, ഇത് ഓൺ ചെയ്തിട്ട് ഓഫാക്കിയിട്ട് അടുക്കളയിൽ പോയിട്ട് പോരുത്. ഇതെന്താ, ഒന്നാമത് ഞാനിപ്പോൾ സൗദി അറേബ്യയിലായിരിക്കുന്നത്, 2 ധ്രുവങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്.
നമ്മൾ മക്കളോടൊക്കെ പറയലുണ്ട് ഈ ഒരു സൂം മീറ്റിംഗ് അത് എല്ലാവരും എടുത്തിരിക്കണം. പക്ഷെ നിങ്ങളത് കാണാതെ കൂടി ആവുമ്പോൾ അപ്പൊ കഴിയുന്നത്ര ആളുകൾ വരാൻ പറ്റുന്ന സ്ക്രീനിൽ വരിക. അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിയുന്നത്ര ഒരു കുറച്ച് സമയം മാത്രം നമുക്ക് ഒരുമിച്ച്, ഇത് ഒരാൾ മാത്രമല്ല സംസാരം, നിങ്ങളും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യണം എന്നുകൂടി ഓർമ്മപ്പെടുത്തും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെറിയൊരു ബ്രീത്തിങ് ആക്ടിവിറ്റിയാണ്, എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷെ നമുക്ക് തുടങ്ങുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് എല്ലാവരും ആദ്യം തന്നെ ഒന്ന് റിലാക്സ് ആയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രീ, മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് ഈ ഒരു കുറച്ച് നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലെ മാറ്റാൻ, അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ആ ഒരു ആഗ്രഹത്തോടു കൂടിയായിരിക്കണം നിങ്ങൾ എല്ലാവരും ഇരിക്കേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പോ നിങ്ങൾ എല്ലാവരും റിലാക്സ് ആയിട്ട്, ഒന്നും മസിലൊന്നും പിടിക്കാതെ വളരെ കാമായിട്ട് നിങ്ങൾ ആദ്യം തന്നെ, നമുക്കറിയാം ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ശ്വസിക്കാന്നുള്ളത്. നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുമ്പോഴും നമ്മളുടെ അടുത്ത് നിന്ന് അത് പോകും. നമ്മൾ ഇതുവരെ ആരും അതിൻ്റെ ഒരു വില അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവം നമുക്കറിയില്ല. ഇപ്പൊ ഈ കോവിഡ് വന്നപ്പോഴാണ് ഈ ഓക്സിജന്റെ പ്രശ്നം, ശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഭയങ്കര ഒരു സംഭവമാണ് ഈ ബ്രീത്തിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വലിയ കൗൺസിലർമാരും വലിയ അധ്യാപകരും ഒക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ച്, പക്ഷെ എന്നാലും നമുക്ക് ഇതൊരു വലിയ സംഭവമാണ്, നമുക്കൊരു അത്ഭുതമാണ് അത്. ദൈവം നമുക്ക് ഒരു അത്ഭുതമാണ്. അപ്പൊ നിങ്ങളിപ്പോ എന്താ എനിക്ക് വേണ്ടി ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും റിലാക്സ് ആയി എല്ലാവരും ഒന്ന് ഇരുന്ന് പതുക്കെ ഒന്ന് കണ്ണടച്ച് ഒരു 6 or 7 പ്രാവശ്യം ബ്രീത്ത് എടുക്കണം. പക്ഷെ ആ ബ്രീത്ത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കറിയുമോ, ഈ ലോകത്തിലെ ഹ്യൂമാനിറ്റിന്റെ ഏറ്റവും വലിയ എക്സ്പ്രഷനാണ് സ്ത്രീത്വം എന്ന് പറയുന്നത്. അതറിയോ നിങ്ങൾക്ക്? ഏറ്റവും വലിയ ഹ്യൂമാനിറ്റിന്റെ എക്സ്പ്രഷൻ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും പതുക്കെ ഒന്ന് കണ്ണടച്ച് ഏറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന്, അത് മിക്കവാറും സ്ത്രീകളുടെ, എനിക്ക് തോന്നുന്ന എല്ലാ ഒരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു അമ്മയാകുന്ന, അല്ലെങ്കിൽ അതറിയുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ലോകത്ത് ദൈവം നിങ്ങൾക്ക് തന്ന ഒരു വലിയ അനുഗ്രഹമാണ് ഒരു ജന്മം കൊടുക്കുക എന്നുള്ളത്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു നിമിഷം, അത് കേൾക്കുന്ന ആ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പൊ ആ ഒരു സന്തോഷം, ഇനി അതല്ലാത്തവർ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സന്തോഷം ഓർത്തുകൊണ്ട് വളരെ റിലാക്സ് ആയിരുന്നു കൊണ്ട്, നിങ്ങളുടെ മറ്റെല്ലാ ചിന്തകളും മാറ്റി വെച്ചുകൊണ്ട് ഒന്ന് ഡീപ്പായിട്ടൊന്ന് ബ്രീത്ത് ചെയ്യുക. ബ്രീത്ത് ഇൻ, നന്നായിട്ട് ബ്രീത്ത് ചെയ്തിട്ട് ജസ്റ്റ് ഹോൾഡ് ഇറ്റ് ആൻഡ് സ്ലോലി ബ്രീത്ത് ഔട്ട്. വായിലൂടെ പതുക്കെ ബ്രീത്ത് ഔട്ട്. Again, breathe in, breathe out. Again, deep breathe in, breathe out. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ആ നിമിഷം, ഏറ്റവും ധന്യമായ ആ മുഹൂർത്തം, ഏറ്റവും ആനന്ദിപ്പിക്കുന്ന, കൺകുളിർമയേകുന്ന ആ സന്തോഷകരമായ നിമിഷം ഒന്നുകൂടെ ഓർത്തുകൊണ്ട്, ഈ ലോകത്ത് നിങ്ങൾക്ക് ദൈവം നൽകിയ ഏറ്റവും അതിമഹത്തായ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട്, ഒരു കുഞ്ഞിന് ജന്മം നൽകുക, അതല്ലെങ്കിൽ ഒരമ്മയാകുക, ആ ഒരു ദൗത്യമാണ് നിങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്. അതോർത്തുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളതൊക്കെ ആദ്യം അനുഭവിച്ച ആ ഒരു സന്തോഷം ഓർത്തുകൊണ്ട് ഒന്നുകൂടി നിങ്ങൾ ഡീപ്പായിട്ട് ഡീപ്പ് breathe out, slowly breathe in, breathe out. ഇനി എല്ലാവരും പതുക്കെ ആ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ എല്ലാവരും പതുക്കെ ഒന്ന് കണ്ണു തുറക്കുക. പ്രിയപ്പെട്ടവരെല്ലാവരും ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇനി നേരെ, ഞാൻ ചെറിയൊരു സ്റ്റോറി ആദ്യം പറയാം. ആ സ്റ്റോറിയിൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് ലാസ്റ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കും. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ചെറിയൊരു സ്റ്റോറിയാണ്, പക്ഷെ അതിൻ്റെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കുറച്ചു നേരം കേൾക്കാം. ഒരു സ്ഥലത്ത് ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു മോനും ജീവിച്ചിരുന്നു. ഈ ഭർത്താവിന് ജോലി ഒരു ഷോപ്പിലായിരുന്നു.
മകൻ ഡിഗ്രി കഴിഞ്ഞ് വീട്ടിലാണ്. ഇവർ സുഖമായിട്ട് ജീവിക്കുന്നു. ഭാര്യയ്ക്ക് ജോലിയൊന്നുമില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഒരു ചെറിയ കുടുംബം അങ്ങനെ ജീവിച്ചു പോകും. അങ്ങനെ ഒരിക്കൽ ഈ വീട്ടിലെ കുട്ടിൻ്റെ അച്ഛന്, അതായത് ഭർത്താവിന് അസുഖം വന്നു. കുറച്ച് ദിവസം ഹോസ്പിറ്റലായി. അത് കഴിഞ്ഞ് കുറച്ച് സീരിയസ് ആയിട്ട് ഈ ഭർത്താവ് മരണപ്പെട്ടു. കുറച്ച് ദിവസം വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിയാലോ, നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അങ്ങനെ അവർ ജീവിച്ചു പോയി. കുറച്ച് ദിവസം കഴിഞ്ഞു. കുടുംബക്കാരൊക്കെ കുറച്ച് ദിവസങ്ങളൊക്കെ വരും, പിന്നെ അതും കഴിഞ്ഞു. പിന്നെ അവരൊറ്റപ്പെട്ടു. അപ്പോൾ മോനാണെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ, ജോലി ആയിട്ടില്ല. അമ്മയ്ക്കാണെങ്കിൽ ജോലിക്ക് പോകാനുള്ള ഒരു ഇതുമില്ല. അപ്പോൾ ഒരു ദിവസം മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നമ്മുടെ അടുത്ത് ഇനി പൈസ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ അമ്മേൻ്റെ അടുത്ത് കുറച്ച് സ്വർണ്ണാഭരണങ്ങളുണ്ട്, അത് ഞാൻ എൻ്റെ ഒരു ഭരണിയിലിട്ട് വെച്ചിട്ടുണ്ട്. മോനൊരു കാര്യം ചെയ്യും, ആ ഭരണിയിൽ നിന്ന് ആ സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് എനിക്ക് അച്ഛൻ എനിക്ക് തന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്, അത് നീ എടുത്തിട്ട് നമ്മുടെ ടൗണിലുള്ള ഒരു സിഗ്നലുണ്ട്, അത് കഴിഞ്ഞ അപ്പുറത്തൊരു ജ്വല്ലറി ഉണ്ട്, അവിടെ ഒരു കുറച്ച് താടിയൊക്കെ ഉള്ള ഒരാൾ ഇരിക്കുന്നുണ്ട്, അയാളടുത്ത് പോയിട്ട് അത് കൊടുത്താൽ നിനക്കത് നമുക്ക് പൈസ കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് ജീവിക്കാനുള്ള പൈസ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാമല്ലോ, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്ത് ചെയ്തു, മോന് പിറ്റേ ദിവസം രാവിലെ ഈ സ്വർണ്ണാഭരണങ്ങൾ എടുത്ത് ഈ ജ്വല്ലറിയിൽ എടുത്ത് പോയി. ജ്വല്ലറിയിൽ എടുത്ത് പോയപ്പോൾ ഈ ജ്വല്ലറിയിലെ ഉടമ ആദ്യം എന്ത് ചെയ്തു, അവിടെ ഇത് ഉരച്ചു നോക്കാനുള്ള തട്ടാനെ വിളിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ഭരണിയിലുള്ള ഇതൊക്കെ എടുത്തിട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഈ തട്ടാൻ ഇതിങ്ങനെ ഉരച്ച് നോക്കിയിട്ട് ഇവരൊന്നും മിണ്ടാതെ അതവിടെ വെച്ച് തട്ടാൻ പോയി. അപ്പോൾ എന്നിട്ട് ജ്വല്ലറിയുടെ ഉടമ പറഞ്ഞു, മോനെ ഇപ്പോൾ ഈ സ്വർണത്തിന് വില കുറവാണ്, ഇപ്പോൾ കുറച്ച് മാർക്കറ്റിൽ കുറച്ച് ഡൗൺ ആണ്, ഇപ്പോഴത്തെ ഒരു വില കിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സീസൺ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടൈം അല്ല, അപ്പോൾ നീ ഇപ്പോൾ ഇത് കൊടുക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു പൈസ ആവശ്യമുണ്ട്, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും മോനെ, നാളെ തൊട്ട് നീ ഇവിടെ ഞങ്ങളുടെ ഷോപ്പിൽ നീ വന്നിരിക്കുക. നീ ഇപ്പോൾ ഏതായാലും ഇപ്പോൾ പഠിത്തമൊന്നുമില്ലല്ലോ, കോളേജൊക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ നിനക്ക് പിന്നെ കുറച്ച് കാലം നിനക്കിതൊക്കെ ഇതിൻ്റെ സ്വർണ്ണങ്ങളുടെ ഇതൊക്കെ നിനക്ക് പഠിക്കുകയും ചെയ്യുക, ഒരു ജോലിയായും ചെയ്തു, നിനക്ക് ജീവിക്കാനുള്ള പൈസയും തരാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ എന്ത് ചെയ്തു, സ്വർണത്തിൻ്റെ അതൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ അവിടെ ഒരു ഇതായിട്ടുണ്ട്, അപ്പം നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിറ്റേ ദിവസം അവന് ജോലിക്ക് പോയി. അങ്ങനെ അവരങ്ങനെ കുറച്ചു കാലം അങ്ങനെ നടന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരു ഇതുകൊണ്ട് മതിയാവില്ലല്ലോ മോനെ, അമ്മ വിളിച്ച് പറഞ്ഞു, നമുക്ക് ഇനി മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചിലവ് ഇത് മതിയാവില്ല, അപ്പോൾ നീ എന്ത് ചെയ്യുക, വീണ്ടും നീ ഈ ഒരു സ്വർണ്ണം എടുത്തിട്ട് നീ കൊണ്ടുപോയി കൊടുക്കുന്നതാണ്. അപ്പോൾ ശരി അമ്മ, ഞാൻ വാങ്ങുന്നു. അപ്പം മോൻ എന്ത് ചെയ്തു, വീണ്ടും ആ സ്വർണ്ണം എടുത്തിട്ട് ഈ ജ്വല്ലറിയിൽ കൊണ്ടേ കൊടുത്തു. ജ്വല്ലറിയിൽ കൊണ്ടേ കൊടുത്തിട്ട് മോന് അതെടുത്ത് നോക്കി ഉരച്ച് നോക്കിയപ്പോൾ അവനോട് അത് മനസ്സിലായി, അത് യഥാർത്ഥ സ്വർണം അല്ല എന്നുള്ളത്. അന്ന് ആ ജ്വല്ലറി ഉടമ അവരോട് പറഞ്ഞില്ല, മോനോട് പറഞ്ഞു നീ ജോലിക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവനത് നോക്കിയപ്പോൾ അവന് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ ഒരു സ്റ്റോറി അവിടെ നിൽക്കണം. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഈ സ്റ്റോറിയിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഞാൻ ഇവിടെ ഒരു കാര്യം പറയാനാണ് ശ്രമിച്ചത്, അതെന്തായിരിക്കും? ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ പറയാം, അല്ലെങ്കിൽ പറയാം. ജസ്റ്റ് സേ സംതിങ് അബൌട്ട്. ഹലോ, ഇവിടെ അല്ലേ, എൻ്റെ കൂടെ അല്ലേ? എന്താണ് ഇതിനകത്തുള്ള ഒരു കാര്യം ഇതിനകത്തുള്ളത്? ജസ്റ്റ് റിലാക്സ്, എന്നിട്ട് ആലോചിച്ച് നോക്ക്. സ്റ്റോറി ക്ലിയർ ആണോ? അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത അത് അറിയാം സർ. അമ്മ അത്രയും അറിവില്ലാത്തൊരമ്മയാണോ? അല്ല, അതല്ല. ഞാൻ ഇതിനകത്ത് സ്റ്റോറി കേട്ടപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നു. അത് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവരും സ്ത്രീത്വത്തിന്റെ വാല്യൂ നമ്മള് നോക്കിയിട്ടുണ്ടോന്നാണ്
എനിക്ക് തരുന്നത്. മിന്നുന്നതെല്ലാം പൊന്നല്ലാന്നാണോ? അതല്ല ഇത് അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അത് നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊന്ന് കൺഫ്യൂഷൻ ആക്കിയിട്ട് എനിക്ക് അതിനകത്ത് ഇതിന് പിന്നെ സ്ത്രീത്വമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇതിനകത്തുള്ളത്. വേറൊരു കാര്യം അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് പലപ്പോഴും നമുക്ക് ഇല്ലാത്തൊരു കാര്യമാണ്. അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത്. ആരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ പറയാം. സമയം അതെ സാർ പറഞ്ഞോളൂ. ഇതിനകത്ത് നമുക്ക് ഹ്യൂമാനിറ്റി അല്ല, അതിന്റെ അടുത്തുകൂടെ പോയതല്ല. ഹ്യൂമാനിറ്റി അല്ല, വേറൊരു കാര്യം കൂടി അതിനകത്തുണ്ട്. ആ ജുവല്ലറിയുടെ ഓണറുടെ മനസ്സിന്റെ നന്മയാണോ മറ്റുള്ളവരിലേക്ക് നന്മ? ഏകദേശം അടുത്തെത്തി. അതിനൊരു വാക്കുണ്ട്, അതായത് ആ ഒരു നന്മയ്ക്കൊരു വാക്കുണ്ട്. അതാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അതിലേക്കാണ് ഞാൻ പോകുന്നത്. അവിടെ ഏകദേശം എത്തി. നിങ്ങൾ ഒരു 90% കമ്പാഷൻ ആണോ? കമ്പാഷൻ അല്ല, അതിനകത്തൊരു വാക്കുണ്ട് സാധാരണ ഉപയോഗിക്കുന്നത്. സഹായിക്കുക, കൈൻഡ്നെസ് ആണോ? കൈൻഡ്നെസ്സും അല്ല. ആ ഭാഗത്ത് കൂടെ കയറി അതിന്റെയൊക്കെ ഏകദേശം അത് നമുക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. തുറന്നു പറയരുത്. അല്ല, അതിനകത്ത് ഞാൻ പറയാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇതൊക്കെ എല്ലാരും പറഞ്ഞതൊക്കെ ഒരു വിധം ഓക്കെയാണ്. പക്ഷെ ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയാം. ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് വേണ്ടത് സിമ്പതി അല്ല, എംപതിയാണ് വേണ്ടത്. ആർ യു ഗോട്ട് ഇറ്റ്? എംപതി, അതാണ് അവിടെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടത്, നമ്മൾ അവരിലൂടെ മറ്റുള്ളവരുടെ നമ്മൾ കാണേണ്ടത് അവരുടെ നമുക്ക് ആരുടെ സഹതാപം, നമുക്ക് എപ്പോഴും മുന്നിലേക്ക് ഇടുന്നത് സഹതാപമാണ്. സഹതാപമല്ല നമുക്ക് വേണ്ടത്, സിമ്പതി അല്ല വേണ്ടത്. എംപതി, മറ്റുള്ളവരുടെ കണ്ണിലൂടെ നമുക്ക് കാണണം. അദ്ദേഹം അവനോട് അന്ന് അത് സ്വർണം ഒറിജിനൽ അല്ല എന്ന് പറഞ്ഞില്ല. അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ അവനൊരു ജോലി ആക്കി കൊടുത്ത് അപ്പൊ സ്വർണത്തിന്റെ കാര്യങ്ങൾ അവൻ പഠിച്ചു. നേരെ മറിച്ച് അന്ന് അവനോട് പറഞ്ഞിരുന്നെങ്കിൽ അവന് പെട്ടെന്ന് ഷോക്കായി പോയെന്ന് ആയിരുന്നു. അല്ലേ? പറയൂ. തീർച്ചയായും തകർന്നു പോകുമായിരുന്നു ഒരു കുടുംബം. കടന്നു പോകുമായിരുന്നു. അവനും ആ കുടുംബം ഒന്നിച്ച് തകർന്നു. അപ്പൊ എന്തായി? ജോലി കിട്ടി. പിന്നെ രണ്ടാമത് വന്നപ്പോ അവന് ഫീൽ ചെയ്തില്ല, കാരണം അവന് അറിയാമായിരുന്നു. കാരണം ജ്വല്ലറിയിൽ അവന് പണിയെടുത്തപ്പോ അയാൾ അത് മനസ്സിലാക്കി. അവിടെ ആ സ്ഥലത്ത് കുറച്ച് ജോലിക്ക് നിർത്തി, അത് മനസ്സിലാക്കി. അപ്പൊ ഞാനത് കൺക്ലൂഡ് ചെയ്യാണ്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവരുടെ കണ്ണിലൂടെ കണ്ട്, നമ്മളെ ഭർത്താവട്ടെ, നമ്മളെ മക്കളാവട്ടെ, നമ്മൾ ആരുമാവട്ടെ, അവരുടെ കണ്ണിലൂടെ കണ്ട് അവരെ നമുക്കൊരു എംപതിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. വാട്ട് ഈസ് എംപതി? ഗോട്ട് ഇറ്റ്? ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് പോവാം. എല്ലാരും കൂടെ ഉണ്ടാവണം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി നമ്മളെ വിഷയത്തിലേക്ക് പോവാം. എന്താ നമ്മളെ വിഷയം? നമുക്ക് എൻജോയ് ചെയ്യണം, അല്ലേ? ഓക്കെ അല്ല, നിങ്ങൾക്ക് എൻജോയ് ചെയ്യണം. നിങ്ങളുടെ ആ ഒരു എൻജോയ്. ഇപ്പൊ ഇത് തൊട്ട് മുമ്പ് നമ്മുടെ ബേബി മാൻ സംസാരിച്ചു. നിങ്ങൾ എൻജോയ് ചെയ്തിട്ടില്ല, പിന്നെ ആരാ എൻജോയ് ചെയ്യുന്നുണ്ട്? പറയൂ. നിങ്ങൾ കാർമേഘത്തിന്റെ മുകളിൽ, അതിന്റെ ഒക്കെ അപ്പുറം ഉണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കൂടെ നിങ്ങൾ പോകും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങള് ജീവിക്കുന്നുണ്ടോ? ഈ നിങ്ങളുടെ സ്ത്രീത്വം എൻജോയ് ചെയ്യുന്നതിന് മുമ്പ്, എനിക്കതിന് തൊട്ട് മുമ്പ് പറയാനുള്ളത്, ഈ എൻജോയ്മെന്റിനൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഉണ്ടോ അല്ലേ? നിങ്ങളുടെ അത് ഒരു ട്രാപ്പിലായിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു മെന്റൽ ബ്ലോക്ക് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് അതെന്തൊക്കെയെന്ന് നോക്കാം. അപ്പൊ അത് എടുത്തു കഴിഞ്ഞാൽ, അതിനെ കുറിച്ച് അതിന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, പിന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ എൻജോയ്മെന്റിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 7 മെന്റൽ ബ്ലോക്കുകൾ, നിങ്ങളെ ഈ സന്തോഷം തടയുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ആ കാര്യങ്ങളൊക്കെ ആ ബ്ലോക്കുകൾ ആദ്യം എടുത്ത് കളയണം. അത് എടുത്തു കളയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും?
നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ വുമൻഹുഡ് അത് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കഴിയും. ഒന്നാമത്തെ നിങ്ങളുടെ ഈ പ്രശ്നം എന്ന് പറയുന്നത്, ഈ നമ്മുടെ സാധാരണഗതിയിൽ 0 to 14 years എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ട്, അറിയാലോ? 0 to 14 years. അതിനകത്ത് അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശരിക്കുള്ള ഒരു ഇംപ്രിന്റ് എന്ന് പറയുന്നത്. ഈ ബ്ലോക്കുകളൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് സത്യത്തിൽ നിങ്ങളെ കുഴപ്പമില്ല. നമ്മള് ജെനറ്റിക്സ്, അതേപോലെ തന്നെ അപ്ബ്രിങ്, അതേപോലെ തന്നെ എൻവയറമെന്റ്, ഈ 3 കാര്യങ്ങളായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ പ്രവർത്തന രീതി. ഇതൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് തന്നെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അവിടെ നീ പെൺകുട്ടിയാണ്, അത് ചെയ്യരുത്. മരം കയറുമ്പോ പറയും, നീ മരം കയറുക, പെൺകുട്ടികൾ മരം കയറുവോ? ഒന്ന് പുറത്തേക്കൊന്ന് ടൗണിലേക്ക് ഒറ്റക്ക് പോയാൽ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യും. പ്രത്യേകിച്ച് നിങ്ങൾ വളരുന്നതൊക്കെ നിങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്ത് നിങ്ങളൊരു 6 or 7 ബ്ലോക്കിൽ നിങ്ങൾ അറിയാതെ പെട്ടുകിടക്കണം. ആണോ അല്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, പ്രിയ സഹോദരിമാരെ, നിങ്ങൾ ആ ബ്ലോക്കിൽ നിന്ന് ആദ്യം പുറത്തു വരണം. ആദ്യത്തെ ഇതെന്താന്നറിയാം നിങ്ങൾ പെട്ടുകിടക്കുന്നത്? ഫിയർ ഓഫ് ആംബിഗ്വിറ്റി, അതല്ലെങ്കിൽ ഫിയർ ഓഫ് സ്ട്രേഞ്ച്. നിങ്ങൾക്ക് എപ്പോഴും ഭയങ്കര ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു സംശയം. നമ്മുടെ ഭാവി എന്താവും? അഫ്രൈഡ് ഫ്യൂച്ചർ. ഒരു ക്ലാരിറ്റി ഇല്ല. എന്താവും എന്നുള്ള ഒരു ചിന്ത. ആ ഒന്നാമത്തെ ബ്ലോക്കാണ് ഫിയർ ഓഫ് ആംബിഗ്വിറ്റി. ഒക്കെ ഒരു തരം പേടി. അത്രയും ഫ്രീഡം പാടുണ്ടോ? അങ്ങനെ എത്താൻ പാടുണ്ടോ? അതല്ലെങ്കിൽ അതിലേക്ക് പോകാൻ പാടുണ്ടോ? ഇതൊക്കെ ഒരു ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. നിങ്ങൾ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങളുടെ സെൽഫ് ടോക്കാണ്. ഏറ്റവും കൂടുതൽ ട്രാപ്പിലേക്ക് നയിക്കുന്നതും ആ ഒരു സംഭവമാണ്. നിങ്ങൾ സ്വയം നിങ്ങളോട് സെൽഫ് ടോക്കാണ്. അപ്പൊ അത് ഒന്നാമത്തെ ട്രാക്ക് നിങ്ങൾ എടുത്തു കളയണം. ഫിയർ ഓഫ് ആംബിഗ്വിറ്റി, ഫിയർ ഓഫ് സ്ട്രേഞ്ച്, അഫ്രൈഡ് യുവർ ഫ്യൂച്ചർ. ഒരു ക്ലാരിറ്റി ഇല്ലാതെ എന്താവും എന്നുള്ള ഒരു പേടി. പ്രിയപ്പെട്ട സഹോദരിമാർ, അത് നിങ്ങൾ ഇന്ന്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൺഫർമിറ്റി. അതായത് നിങ്ങളെ ചില റൂൾസ്, അല്ലെങ്കിൽ ചിലപ്പോൾ റിലീജിയസ് ആയിരിക്കാം, ആ റൂൾസിൽ നിങ്ങൾ ബ്ലോക്കായി നിൽക്കുന്നു. മനസ്സിലാവുണ്ടോ പറയുന്നത്? ആ റൂൾസ്, അതായത് ആരോ ഉണ്ടാക്കിയെടുത്ത എന്തോ ചില റൂളുകൾ, അതൊരു പക്ഷേ റിലീജിയസ് ആയിരിക്കാം. ഓരോ മതത്തിലും ഓരോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അത് നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കാം. അതല്ലെങ്കിൽ നമ്മളൊക്കെ പറയാവുന്ന തറവാട്ട് മഹിമകൾ, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന മറ്റൊന്ന്. മൂന്നാമത്തെ പ്രധാനപ്പെട്ടത് ഫിയർ ഓഫ് ഫെയിലിയർ. നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന എന്തും നിങ്ങൾ തോൽക്കുമോ, തോൽവിയോടുള്ള ഒരു ഭയം. പ്രിയ സഹോദരിമാരെ, എന്തിനാ നമ്മൾ തോൽവിയെ ഭയപ്പെടുന്നത്? ഓരോ തോൽവിയും നമ്മൾ എന്തെല്ലാം പഠിക്കുന്നു. തോൽക്കാതെ, അല്ലെങ്കിൽ തോൽവിയുടെ ആ രുചി, എത്രയെത്ര മഹാന്മാർ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, എത്ര മഹാന്മാര് സ്കൂളുകളിലും ഒന്നും പോവാതെ എത്ര വലിയ വലിയ ആളുകളാണ് നമ്മളെ കൂട്ടത്തിലുള്ളത്. ഫിയർ ഓഫ് ഫെയിലിയർ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു, നിങ്ങളെ സന്തോഷത്തെ അടിച്ചമർത്തുന്നു. പിന്നെ നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്, ഹ്യൂമിലിയേഷൻ. നമുക്ക് എപ്പോഴും ഒരു തോന്നല്, ഞാൻ അത്ര പോരാ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ, അല്ലെങ്കിൽ ഇത് നമ്മൾ എന്തെങ്ങനെ.
എന്നുള്ള ഒരു ഹ്യൂമിലിയേഷൻ നിങ്ങൾക്ക്, ഒരു പരിഭവം അല്ലെങ്കിൽ ഒരു നാണക്കേട്, അതല്ലെങ്കിൽ എന്താ പറയാ അതിന്, ആ ഒരു തോട്ട് നിങ്ങളെ വല്ലാതെ തടസ്സപ്പെടുത്തുന്നു. നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ ഓരോന്നും നിങ്ങൾ. 5ാമത്തെ സെൽഫ് ഡൗട്ട്. സെൽഫ് ഡൗട്ട് എന്ന് മനസ്സിലായത് നിങ്ങൾക്ക് സ്വന്തം സംശയം, എന്തിനും സംശയമാണ് നിങ്ങൾക്ക്. അതായത് അത് കിട്ടുമോ, എന്നെ കൊണ്ട് പറ്റുമോ, അത് ഞങ്ങൾക്കൊക്കെ പറ്റാവുന്നതാണോ, സമൂഹം അംഗീകരിക്കുമോ, അവരെന്ത് പറയുമോ, ഇവനെന്ത് പറയുമോ, നമ്മളെ ഫാമിലിയിൽ അത് പറ്റുന്നതാണോ എന്നുള്ള സെൽഫ് ഡൗട്ട് 5ാമത്തെ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു. 6ാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് റിജിഡിറ്റി. ഒരു എന്താണ് പറയാ, ഒരു വഴങ്ങാത്ത, ഒന്നിനും ഒരു വഴങ്ങാത്ത, ഒരു സ്റ്റിഫായിട്ട് നിങ്ങളെ മൈൻഡ് വളരെ പെയിനാണ്. ഒരു റിജിഡിറ്റിയാണ് നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത്. നിങ്ങളെ ഹാപ്പിനെസ്സും നിങ്ങളുടെ എൻജോയ് ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്ന മറ്റൊന്നാണ് റിജിഡിറ്റി. 7ാമത്തെ ലാക്ക് ഓഫ് സെൻസിറ്റിവിറ്റി. അതായത് പെട്ടെന്ന് നിങ്ങൾ എന്തൊരു ഇതിലും അസ്വസ്ഥമാക്കും. ഒരു കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ, ഒരു തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ, അതല്ലെങ്കിൽ മറ്റൊന്നുമായി സംവദിക്കുമ്പോൾ നിങ്ങളെ അസ്വസ്ഥമാക്കും. ഇനിയും കുറെ കാര്യങ്ങൾ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നു. ഈ പ്രധാനപ്പെട്ട 7 കാര്യങ്ങളാണ് നിങ്ങളുടെ സ്ത്രീത്വത്തെ എൻജോയ്മെന്റിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റലി നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് തടഞ്ഞു നിർത്തും. 1ാമത്തെ ഫിയർ ഓഫ് ആംബിഗ്വിറ്റി, റേഞ്ച്, അതായത് നിങ്ങളുടെ ആ ഒരു ഭയപ്പാട്, അഫ്രൈഡ്, എന്തിനോടുള്ള ഒരു 2ാമത്തെ കൺഫർമിറ്റി, റൂൾസ് ആൻഡ് റിലീജിയസ് മറ്റു കാര്യങ്ങൾ, അല്ലെങ്കിൽ ചില റൂൾസുകൾ നിങ്ങളെ തടഞ്ഞു നിർത്തുന്നു. മറ്റൊന്ന് ഫിയർ ഓഫ് ഫെയിലിയർ, 3ാമത്തെ പരാജയങ്ങൾ നിങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. 4ാമത്തെ ഹ്യൂമിലിയേഷൻ, ഞാൻ അത്ര പോരാ, എന്താ ഞാൻ ഇങ്ങനെ എന്നുള്ള ഒരു തോട്ട്. 5ാമത്തെ സെൽഫ് ഡൗട്ട്, സ്വന്തം കഴിവിൽ വിശ്വാസമില്ലാതെ സംശയിക്കുക. 6ാമത്തെ റിജിഡിറ്റി, ഒരു എന്താണ് പറയാ, ഒരു വഴങ്ങാത്ത, ഒരു കർക്കശമില്ലാത്ത ഒരു മൈൻഡും ഒരു സ്റ്റിഫായും ഉണ്ട്. 7ാമത്തെ ലാക്ക് ഓഫ് സെൻസിറ്റിവിറ്റി, അതായത് നമ്മൾ ഒരു ക്രിയേറ്റിവിറ്റി ഇല്ലാതെ പെട്ടെന്ന് അസ്വസ്ഥമാക്കുന്ന കുറെ കാര്യങ്ങൾ നിങ്ങളെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയോ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്ന കാര്യങ്ങൾ? ഹലോ, നിങ്ങൾ കൂടെ ഉണ്ടോ? പോയോ? യെസ് സർ, കൂടെ ഉണ്ട്. അപ്പൊ നമ്മളൊരു 6ഓ 7ഓ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ? ഇതിൽ നിങ്ങൾക്ക് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇതിൽ ഏതെങ്കിലും 1ഓ 2ഓ കാര്യങ്ങൾ ഇവിടെ പങ്കെടുത്ത, ഇവിടെ എന്നെ കേട്ട് നിൽക്കുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും ഉണ്ടാവും. ഉണ്ടോ? നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് പറ്റുമോ? ഇതിലേതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യുന്നില്ലേ ഈ പറഞ്ഞതിൽ? ഉണ്ടോ അല്ലേ? യെസ്, പറഞ്ഞു. ഇത്തരം ബ്ലോക്കുകളെ നിങ്ങൾ മാറ്റണം. പ്രിയ സഹോദരിമാരെ, ഞാൻ ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് വരികയാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് ആദ്യം നിങ്ങളുടെ ആ ഒരു സ്ത്രീത്വത്തെ എൻജോയ്മെന്റിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ, നിങ്ങളുടെ ജീവിതം രസകരമാക്കണമെങ്കിൽ, ഈ മനോഹരമായ ഈ ഭൂമിയിൽ നമുക്ക് കുറച്ച് കാലമുള്ളൂ. എത്രയോ ആളുകൾ, എൻ്റെ അടുത്തൊക്കെ കൗൺസിലിങ്ങിലൊക്കെ വരുന്ന കുറെ ആൾക്കാരുണ്ട്, വെറുതെ തല്ലി 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 തീർക്കുന്നു, വഴക്കും വക്കാണായിട്ട് കഴിയുന്നു. ജീവിതം ആസ്വദിക്കുന്നില്ല, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പക്ഷെ അവർ ആസ്വദിക്കുന്നില്ല. 60 ഒരു ശരാശരിന്റെ കാലഘട്ടം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ആർക്കോ എന്തിനോ വേണ്ടി ജീവിക്കുന്നു. അത് മാറ്റി
ഇനിയുള്ള കാലങ്ങളിൽ നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് ജീവിച്ചൂടെ? ഈ ബ്ലോക്കൊക്കെ ഒന്ന് എടുത്ത് വലിച്ചെറിഞ്ഞ് നിങ്ങൾ ഈ സുന്ദരമായ ലോകം നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും, അത് ഉറപ്പല്ലേ? ആ മരണത്തിൽ ഞാൻ ഇങ്ങോട്ട് വെച്ച് ഇതാക്കോ, അമ്മിട്ടാക്കോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിന്റെ കുറഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ എന്തിനു വെറുതെ ഈ നല്ല സമയങ്ങൾ പാഴാക്കും? അപ്പൊ എല്ലാവരും നിങ്ങൾ എന്നോട് ചോദിക്കും, സർ ഞാനല്ല, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാറേ? എന്നോട് പലരും ചോദിക്കാറുണ്ട്. പ്രിയപ്പെട്ടവർ, അതിനുള്ള ഉത്തരം എന്ന് വെച്ചാൽ നമുക്കൊരാളെ മാറ്റാൻ കഴിയില്ല. നമുക്ക് നമ്മളെ ഭർത്താവിനെയോ അതല്ലെങ്കിൽ നമ്മളെ മക്കളെ അല്ലെങ്കിൽ വേറൊരാളെയോ ആരെയും നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷെ നമുക്ക് ഒരാളെ മാറ്റാൻ കഴിയും. ആരെ മാറ്റാൻ കഴിയാം? പറയൂ, ഉറങ്ങണോ? നമുക്ക് നമ്മളെ മാറ്റാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം, നിങ്ങൾ മാറിയാൽ ഒരു പ്രോസസ് അവിടെ നടക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് മാറേണ്ടവരൊക്കെ മാറും. പക്ഷെ നമ്മൾ മാറാൻ തയ്യാറാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഹാപ്പിനെസ്സിലേക്ക്, നമ്മളെ ഹെൽത്തിലേക്ക്, നമ്മളെ കാര്യത്തിലേക്ക്. നിങ്ങൾക്കറിയോ, ഞാനൊരു ചെറിയ വിദ്യാർത്ഥികളുമായിട്ടും അതേപോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാര്, ഫാമിലി കൗൺസിൽ, ഇതൊക്കെ ചെറിയ അനുഭവത്തിൽ പറയട്ടെ. എത്രയോ സ്ത്രീകള് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവരുടെ ഇഷ്ടപ്പെട്ട നൃത്തം ചെയ്യുന്ന കുറെ കുട്ടികൾ, ചിത്രം വരയ്ക്കുന്ന കുട്ടികൾ, മറ്റു പല കഴിവുകൾ കല്യാണത്തിന് ശേഷം അത് അവർ ബ്ലോക്ക് ചെയ്ത് അത് അവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊന്ന്, നിങ്ങളുടെ ഹെൽത്ത് ഒരു തരത്തിലും നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകും. ഈ തൈറോയിഡ്, അത് ഷുഗർ, ഇതൊക്കെ ഈ സ്ത്രീകൾ കൂടുതലും നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങൾ നല്ലപോലെ എക്സസൈസ്, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സന്തോഷം, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ഈ ഗാർബേജുകളൊക്കെ തലയിൽ കയറ്റി വെച്ചിട്ട് എന്ത് നേടാനാ പ്രിയപ്പെട്ട സഹോദരിമാരെ? നിങ്ങൾ ഈ ഹാപ്പിനെസിന്റെ അല്ലെങ്കിൽ ഈ ബ്ലോക്കിലോ അല്ലെങ്കിൽ ഇതിലൊക്കെ കൂടിയിട്ട് നിങ്ങൾ എന്തിനാ ഈ ഒരു കുറഞ്ഞ കാലഘട്ടത്തിൽ എന്താ നമുക്ക് മാറ്റാൻ കഴിയാത്തത്? എന്താ നമുക്ക് ആസ്വദിക്കാൻ കഴിയാത്തത്? നിങ്ങൾ വിചാരിക്കട്ടെ, കുറെ പൈസയാണോ എല്ലാറ്റും ആസ്വാദനത്തിൻ്റെ എന്നുള്ളത്? എത്രയോ ആൾക്കാർ എൻ്റെ പരിചയമുള്ളവരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. വലിയ വലിയ സാലറി വാങ്ങുന്ന സൗദിയിലൊക്കെ എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ ഹാപ്പിനെസ് ഈ പൈസ ഉണ്ടാകുന്ന നിങ്ങൾ വിചാരിച്ച്? ദൈവം നിങ്ങൾക്ക് തന്ന, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ ഒരു വലിയ കർത്തവ്യം നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു ജനറേഷന് നിങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ദൈവം വെറുതെ ആർക്കും ഒന്നും കാണാതെ കൊടുക്കില്ല. നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്, ഏറ്റവും അതായത് ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളെ കൊടുക്കുക ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളവർക്കാണെന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് കൊടുക്കുക. ഓരോന്നും കണ്ടിട്ടേ കൊടുക്കുള്ളൂ. നിങ്ങളെല്ലാവരും ഏൽപ്പിച്ചത് ഓരോ ജന്മം കൊടുക്കുന്ന ഒരു വലിയ ദൈവികമായിട്ടൊരു ഇതാണ്. നിങ്ങൾ അത് ചിന്തിച്ചിട്ടുണ്ട്? അത് ഇങ്ങനെ വലിയ കർത്തവ്യങ്ങളും വലിയ കാര്യങ്ങളും ഏൽപ്പിച്ചിട്ട് നിങ്ങളത് നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സന്തോഷം മുരടിപ്പിച്ച് വഴക്കായി വക്കാണായി സന്തോഷം അപ്രത്യക്ഷമായിട്ട് പ്രശ്നങ്ങളുടെയും കൂമ്പാരങ്ങളിൽ നിങ്ങൾ എന്തിനു പോകുന്നു പ്രിയപ്പെട്ടവര്? സന്തോഷത്തിന്റെ താക്കോല് നിങ്ങളെ കയ്യിലില്ലേ? നിങ്ങൾക്ക് ഈ ബ്ലോക്കുകളൊക്കെ വിട്ട് ഒന്നൂടെ? ആ ബ്ലോക്കുകൾ വിട്ട് പോരാനുള്ള ഒന്നാമത്തെ നിങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ പരിഹാരത്തിന് നിങ്ങൾ ഫസ്റ്റ് പ്ലീസ് റൈറ്റ് ഇറ്റ് ഡൗൺ. ട്രൈ വേരിയേഷൻ. എന്താ ട്രൈ വേരിയേഷൻ എന്ന് പറഞ്ഞാല്, നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ. നിങ്ങൾ നെറ്റിലൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. നമ്മളെ ബ്രെയിനിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് പക്ഷെ നമുക്ക് ആർക്കും അത് ഇഷ്ടമല്ല. നമുക്കൊരു പുതിയ കാര്യം പഠിക്കാനോ പുതിയൊരു
സംഭവം നമുക്ക് ഏറ്റെടുക്കാനോ ഒന്ന് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കൊടുക്കാനോ നിങ്ങൾക്ക് ആർക്കും ഒഴിവില്ല. നിങ്ങൾ പറയണേ നേരെ വെളുത്ത് വൈകുന്നേരം ആവോളം പണിയാണ്. അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അത്, പിന്നെ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞേക്കണം. ഒരു ഒഴിവുമില്ല. നേരം വെളുത്ത് അതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തലമ കൈ വെക്കണം. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ആണ്. എല്ലാം ഒരു ഓർഡറിൽ വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം ചെയ്യണം താല്പര്യമുണ്ട്, പക്ഷെ കഴിയണില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അത് നിങ്ങളുടെ അടുത്താണ് അതിന്റെ താക്കോല്. നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കണം. നിങ്ങൾ ഈ കാലാകാലം നേരം വെളുക്കുക, പാത്രം കഴുകുക, തിരുമ്പുക, ഇതെടുക്കുക, കുട്ടികളെ ഇതാക്കുക, അതിങ്ങനെ കഴിച്ചു കൂട്ടലാണോ നിങ്ങളുടെ ജീവിതം? അപ്പൊ എന്നോട് ചോദിക്കും സാർ അതിനൊക്കെ നമുക്ക് അത് സമയം നമ്മൾ ഉണ്ടാക്കിക്കൂടെ? നമുക്ക് എന്താ ഉണ്ടാക്കുക? ഇത് റോക്കറ്റ് സയൻസ് ആണോ ഇതൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഇതാക്കണമെങ്കിൽ? നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളുണ്ടോ? നിങ്ങൾ ആദ്യം ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒരു ടൈമിന് ഓരോന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ പറ്റാവുന്നില്ല. എത്ര ആളുകളുണ്ട്? ആദ്യം നിങ്ങൾ ആദ്യം കൊണ്ടുവരേണ്ടത് ഈ ട്രൈ വേരിയേഷന്റെ ആദ്യത്തെ തന്നെ നിങ്ങളുടെ പാഷനായിട്ടുള്ള ഒന്നുണ്ടാവും. ലോകത്ത് എല്ലാവർക്കും ഉണ്ടാവും പാഷനായിട്ടുള്ള ഒന്ന്. അത് പൊടി തട്ടി ഷൈൻ ചെയ്ത് പുറത്ത് ചിത്രം വരയ്ക്കുന്നതാണെങ്കിൽ അത്, ഡാൻസ് കളിക്കുന്നതാണെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും. ഓരോരുത്തർക്കും ഓരോതാണ്. അത് നിങ്ങൾ പോളിഷ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. അത് നമ്മുടെ പാഷനാണ്. ആ പാഷനെ നിങ്ങൾ പൂട്ടിട്ട് ഒതുക്കി നിങ്ങൾ ആകെ ഞെരിഞ്ഞു നിൽക്കുകയാണ്. ആ പാഷൻ ഇപ്പൊ എനിക്ക് എന്റെ പാഷനാണിത് ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളത്, ക്ലാസ് എടുക്കുക എന്റെ പാഷനാണ്. അത് എനിക്ക് നിർത്തി എനിക്ക് കഴിയില്ല. എനിക്ക് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ആരെങ്കിലും ഒരാള് അത് തിരിച്ച് ആ സന്തോഷം കിട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാഷൻ. അതിന് ആരെങ്കിലും മുറുക്കി കഴിഞ്ഞാൽ, എന്റെ വൈഫോ അല്ലെങ്കിൽ എന്റെ ബന്ധപ്പെട്ടവരോ അത് നിർത്തി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ബ്ലോക്ക് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എങ്ങനെ എനിക്ക് ആസ്വദിക്കാൻ കഴിയും എന്റെ ജീവിതം? ഭൂരിപക്ഷം പേരും സ്ത്രീകളുടെ പാഷൻ അവര് കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ വേണ്ടി ഉപേക്ഷിച്ചിട്ട് അവർ ഞെരുങ്ങി നിൽക്കും. എന്തിനാ സഹോദരിമാരെ നിങ്ങളത് ബ്ലോക്ക് ചെയ്യണം? നിങ്ങൾ ആരെ തടയും? നിങ്ങളുടെ പാഷൻ നിങ്ങൾ കൊണ്ടുവന്ന് ട്രൈ പുതിയ കാര്യങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് ചെയ്യുക. അത് ഭയങ്കര ഇഷ്ടമാണ് ബ്രെയിൻ. നിങ്ങൾ പോയിട്ട് നെറ്റൊക്കെ ഉള്ളതല്ല, നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കും. പുതിയ സ്റ്റഡീസ് ഒക്കെ നിങ്ങൾ നോക്കും. നമ്മളെ ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട്, റൈറ്റ് ബ്രെയിൻ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒറ്റ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എല്ലാ ബ്ലോക്കും പോകും. നിങ്ങളെ പാഷൻ തിരിച്ചു കൊണ്ടുവരിക. നിങ്ങൾ ഡെവലപ്പ് ചെയ്യുക. ക്രിയേറ്റിവിറ്റീസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അതേപോലെ തന്നെ റിസർച്ചുകൾ, പുതിയ കാര്യങ്ങൾ റിസർച്ച് ചെയ്യുക. ഇതൊക്കെ പറ്റും, ഇതൊക്കെ എന്താ എങ്ങനെയാന്നുള്ളത് ചോദിക്കും. ഇതൊക്കെ പറ്റാവുന്നല്ലേ? നിങ്ങളെ വിരൽത്തുമ്പിലല്ലേ പ്രിയപ്പെട്ടവരെ? റിസർച്ചിലേക്ക് പോവുക. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ അടുക്കും ചിട്ടയുമായിട്ടുള്ള ഒരു ജീവിതത്തിനപ്പുറം നിങ്ങളുടെ മനസ്സിനെ ഒന്നും തൊട്ടു നോവിക്കാത്ത രീതിയിൽ ആരെ അനുവദിക്കരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് ദേഷ്യം വരണോ, അത് പിന്നെ സന്തോഷിക്കണോ, മറ്റൊരാളുടെ കയ്യിലാവരുത്. അത് സ്ത്രീകളുടെ ഏറ്റവും വലിയ എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ ഒക്കെ തകർന്നുപോയി. അവരിത് പറഞ്ഞു, അല്ലെങ്കിൽ മദറിലോ ഇത് പറഞ്ഞു, സിസ്റ്ററിലോ ഇത് പറഞ്ഞു. നിങ്ങളെ സന്തോഷത്തിന്റെ താക്കോല് നിങ്ങൾ എന്തിനാണ് മറ്റൊരാൾക്ക് കൊടുക്കുന്നത്? നിങ്ങളുടെ മനസ്സിന്റെ സന്തോഷം അതെന്തിനാണ് മറ്റൊരാൾ? നിങ്ങൾക്കറിയോ, ഞാൻ ഒരാളെയും കളിയാക്കാനില്ല. സത്യം എന്താണെന്നറിയോ? ഞാൻ അവനെ എന്തിനാ പോലെ വിജയിപ്പിച്ചൊരു കാര്യം, ഇന്നൊരാൾ കളിയാക്കിയാൽ പിന്നെ ഞാനത് തിരിച്ചു വരും. ഈ കളിയാക്കുന്ന ഈ ഇങ്ങനത്തെ വർത്തമാനം പറയുന്നവർക്ക് എന്താ ഭയങ്കര വീക്കായിരിക്കും. അവരൊരു കാലത്തും രക്ഷപ്പെടൂല. അവർ നമ്മളെക്കാട്ടിലൊക്കെ പുറകിലുമാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? അവരെ ട്രാപ്പിൽ പെടും. കളിയാക്കരൊക്കെ വിജയിച്ചിട്ടുള്ളൂ, നിങ്ങൾ നോക്കോണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ സന്തോഷത്തിന്റെ മനസ്സിന്റെ ഗതി നിർണ്ണയിക്കാൻ നിങ്ങൾ മറ്റൊരാൾ അനുവദിക്കുക. ഭൂരിഭാഗം ആളുകളും അതാണ്. പിന്നെ നിങ്ങളുടെ ഗാർബേജുകൾ, നിങ്ങളെ ഈ തലയിൽ കിട്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് എടുത്ത് നിങ്ങളൊന്ന് വലിച്ചെറിയ എവിടെങ്കിലും. എന്തിനാണ് ഈ ഭാരങ്ങൾ തേങ്ങിക്കൊണ്ട് നടക്കുന്നത്? ഇന്ന് പോയിട്ട് എല്ലാവരും ഈ ഗാർബേജ് എടുത്ത് തട്ടണം. അതാണ് ഇന്നത്തെ ടോക്കിന്റെ മെയിൻ പോയിന്റ്.
ഇത് നിങ്ങളെ അത് കുറ്റം പറഞ്ഞതും നിങ്ങളെ ഇത് കിട്ടിയതും മറ്റേത് കൊടുത്തതും ഇതൊക്കെ നിങ്ങൾ തലയിൽ വെച്ച് കൊണ്ടുപോകുന്നത്, ഇതെല്ലാം എടുത്ത് വലിച്ചെറിയ, ഫ്രഷ് മൈൻഡ് വരിക. എന്നിട്ട് കൊണ്ടുവരേണ്ടത് നിങ്ങളെ ആ ഒരു പാഷൻ. എനിക്കറിയില്ല നിങ്ങളെ പാഷൻ എന്താ, നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള നമ്മളെ ഇൻവോൾവ് ചെയ്യിക്കുന്ന ഹാപ്പിനെസ് തരുന്നുണ്ട്. അത് നിങ്ങൾ കൊണ്ടുവരണം. ആ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. ആ സന്തോഷത്തിന്റെ പാതയിൽ നിങ്ങൾ പോകണം. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും ഈ ഭൂമിയിൽ സ്വർഗമാണ് നമ്മളുടെ കുടുംബം എന്ന് പറയുന്നത്. എനിക്കൊക്കെ ഇവിടെ പുറത്തൊക്കെ എവിടെ പോയി വന്നാലും കുറെ നമ്മളെ വീട്ടിലേക്കാണ് വേഗം എത്തണം എന്ന് തോന്നും. ആ വീട് സ്വർഗമാക്കണോ നരകമാക്കണോ തീരുമാനിക്കേണ്ടത് ആരാ? നിങ്ങളാണ്. നിങ്ങളുടെ ഭർത്താവ് ചിലപ്പോൾ പ്രതീക്ഷിച്ച രീതിയിൽ നിങ്ങൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാവും. കാരണം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ്. അവിടെ നമ്മൾ തിരുത്തേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പലതും നമ്മളെ മാറ്റണം. പല കുട്ടികളായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, സർ എൻ്റെ വീട്ടില് എൻ്റെ അച്ഛനും അമ്മയും എന്നും വഴക്കാണ്, എനിക്ക് എൻ്റെ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചില ബോയ്സ് ഒക്കെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛനോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോനെ കാര്യം? എൻ്റെ അമ്മയെ ഒരുപാട് വഴക്ക് പറയാറുണ്ട്. അപ്പൊ ഇവന്റെ ഇൻപ്രിന്റ് ആണിത്. ചില ആളുകളൊക്കെ, ഈ ആൺകുട്ടികൾക്ക് അറിയാലോ, പൊതുവെ ഉമ്മമാരോടായിരിക്കും, പെൺകുട്ടികൾക്ക് ഉപ്പമാരോടായിരിക്കും. അപ്പൊ ഈ നമ്മൾ പലപ്പോഴും അച്ഛനമ്മ പറയുന്നത് കേൾക്കില്ല. ചിലപ്പോ ഒരു പിതാവ് മകനോട് ചിലപ്പോൾ തിരിച്ചു പറയും. അപ്പൊ ഇതിന്റെ ഇൻപ്രിന്റ് ഉണ്ടാവത്, അത് നമുക്കറിയില്ല. എന്നിട്ട് ഒരു കാര്യമില്ലാതെ ആ കുട്ടികളുടെ ലൈഫ് അങ്ങനെ ആവും. വീട്ടില് സ്വസ്ഥത ഉണ്ടാവില്ല, നല്ല ജോലി നല്ല കാര്യങ്ങളുണ്ടാവും, പക്ഷെ ഒരു സമാധാനം ഒന്നും ഉണ്ടാവില്ല. എന്തിനാണ് ഇതിന്റെ ആവശ്യം? നമുക്ക് മാറിക്കൂടെ? ഇനിയിപ്പോ നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു ഭർത്താവാണെന്ന് വിചാരിച്ചു, നിങ്ങളത് കാര്യമാക്കണ്ട. നിങ്ങളുടെ ഹെൽത്ത്, നിങ്ങൾ ലവ് യാചിക്കാൻ പോകരുത്. സ്നേഹം യാചിച്ചിട്ട് ഒരു കാര്യമില്ല, കിട്ടില്ല. നിങ്ങൾ മാറി നോക്കൂ. നിങ്ങളെ ഹെൽത്ത് നല്ല ഫിറ്റായി നല്ല ഇതിൽ നിങ്ങളെ കാര്യം നോക്കി നടന്നു, താനെ വരും. ദ വേൾഡ്, ഭർത്താവല്ല, വേൾഡ് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾ മാറി. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒന്ന്, നിങ്ങളുടെ ഈ മനസ്സിന്റെ സന്തോഷത്തിന്റെ ഈ ബ്ലോക്കുകളൊക്കെ നിങ്ങൾ എടുത്ത് കളയണം. രണ്ടാമത്, മറ്റൊരാള് നിങ്ങളെ നിയന്ത്രിക്കുന്ന ആരും, നിങ്ങളായിരിക്കണം അതിന്റെ താക്കോൽ. ഏറ്റവും അനുഗ്രഹീതമായി കിട്ടിയിട്ടുള്ള, ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് നിങ്ങളെ ദൈവം ഇങ്ങോട്ട് അയച്ചിരിക്കും. പക്ഷെ അത് പല സ്ത്രീകളും അത് കാണുന്നില്ല. എല്ലാവരും ചോദിക്കും, ഞങ്ങൾ എന്താ ചെയ്യുക? ഇറ്റ് ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്. നോ, ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്. യു ക്യാൻ കൺട്രോൾ. നോബഡി വിൽ സ്റ്റോപ്പ് യു. ഹു വിൽ സ്റ്റോപ്പ് യു? ട്രൈ ഇറ്റ് ഫ്രം ടുഡേ. ജീവിതത്തിന്റെ മനോഹരമായ നിമിഷങ്ങളാണ് പോകുന്നത്. ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടി? സ്റ്റോപ്പ് ഇറ്റ് ഫ്രം ടുഡേ. ബാക്ക് ടു ദ ഹാപ്പിനെസ്. നിങ്ങളെ മകന് വേണ്ടി ജീവിക്കുന്നു, ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു, നാട്ടുകാർക്ക് വേണ്ടി മുഴുവൻ ജീവിക്കുന്നു. പക്ഷെ നിങ്ങൾ മറന്നുപോയി, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നില്ല. ചോദിച്ചു നോക്കൂ നിങ്ങൾ സ്വയം, ഉണ്ടോ? പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചത്? നിങ്ങൾ ആരെ കുറ്റം പറയുന്നു? നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണ്ടേ? അത് സർ എന്റെ മോനല്ലേ, എന്റെ ഭർത്താവല്ലേ, എന്റെ അച്ഛനല്ലേ, അവിടെ ആരാളുള്ളത്? ഇതൊക്കെ ഞാൻ തന്നെയല്ലേ ചെയ്യേണ്ടത്? ഓക്കെ. പക്ഷെ നിങ്ങൾ ആരും നോക്കും?
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസം നമുക്ക് ധന്യമാക്കണമെങ്കിൽ, എൻജോയ് യുവർ വുമൻഹുഡ് ആവുമെങ്കിൽ, നിങ്ങളുടെ ബ്ലോക്കുകളൊക്കെ വലിച്ചെറിഞ്ഞ്, നിങ്ങളുടെ ഗാർബേജുകളെ തൂത്തെറിഞ്ഞ്, നിങ്ങളുടെ മനസ്സിന്റെ പാഷനെ നിങ്ങൾ കൊണ്ടുവന്ന് പുതിയ കാര്യങ്ങൾ പഠിച്ച്, ഓരോ ദിവസവും ഒരു വാക്കെങ്കിലും പഠിച്ച്, ഈ മനോഹരമായ ഭൂമിയിൽ നമ്മളൊക്കെ ഒരു ദിവസം ഇവിടുന്ന് പോകും. ആ ദിവസം വരുമ്പോൾ നമുക്ക് അത് ആലോചിച്ച് ഏറ്റവും മനോഹരമായി നമ്മൾ ജീവിച്ചു എന്ന് നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ ഇതിനാരും നിങ്ങൾ കാത്തു നിൽക്കണ്ട. നിങ്ങളുടെ സ്ത്രീത്വം നിങ്ങൾക്ക് നൽകിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങളുടെ ദ ബെസ്റ്റ് ഹ്യൂമാനിറ്റി എക്സ്പ്രഷൻ ആണ് സ്ത്രീത്വം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മുറുകെ പിടിച്ച് നിങ്ങളുടെ സന്തോഷവും പാഷനും എടുത്തുകൊണ്ട് മനോഹരമായ ജീവിതത്തിലേക്ക് നിങ്ങൾ വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നല്ലൊരു ജീവിതം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.